ശംശിഹേ സ്തുതിയായിരിക്കട്ടെ. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല എന്ന പഠന പരമ്പരയുടെ 25ാമത്തെ ക്ലാസ്സിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇന്നത്തെ ക്ലാസ്സിൻ്റെ വിഷയമെന്ന് പറയുന്നത് പ്രത്യാശ ആത്മാവിൻ്റെ സുരക്ഷിതമായ നങ്കൂരം എന്നുള്ളതാണ്. നമുക്കറിയാം, ഒരു കപ്പൽ വലിയ കാറ്റും കോളിൻ്റെ ഇടയിൽ അത് നങ്കൂരമിട്ട് നിൽക്കുന്നത്, അതിനെ സുരക്ഷിതമായി പിടിച്ചു നിർത്തുന്നത് നങ്കൂരമാണ്. അതുപോലെ തന്നെ നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ ഒരു സുരക്ഷിതമായ, നമ്മുടെ ആത്മാവിൻ്റെ ഒരു സുരക്ഷിതമായ നങ്കൂരമാണ് പ്രത്യാശ. നമ്മുടെ ആത്മീയ ജീവിതമാകുന്ന കപ്പലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ ആത്മാവാകുന്ന കപ്പലിൻ്റെ നങ്കൂരമാണ് പ്രത്യാശ. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്തൊരു വാഗ്ദാനമാണ്. പ്രിയമുള്ളവരെ, ജൂബിലി യാത്രയുടെ ഈ സന്ദർഭത്തിൽ, ഇതിൻ്റെ സമാപന സമയങ്ങളിലായിരിക്കുമ്പോൾ നമ്മുടെ പ്രത്യാശയുടെ ശക്തിയും ഉറപ്പും എന്താണെന്ന് നാം പ്രത്യേകമായി ശ്രദ്ധിക്കുകയാണ്. അതിന് ഹെബ്രായ ലേഖനത്തിലെ വാക്കുകൾ ഉചിതമാണ്. മാറ്റമില്ലാത്തതും ദൈവത്തെ സംബന്ധിച്ച് വ്യാജമാകാത്തതുമായ 2 കാര്യങ്ങളിലൂടെ നമ്മുടെ മുന്നിൽ വയ്ക്കപ്പെട്ടിരിക്കുന്ന പ്രത്യാശയെ മുറുകെ പിടിക്കുന്നതിന് യത്നിക്കുന്ന നമുക്ക് വലിയ പ്രോത്സാഹനം ലഭിക്കുന്നു. ഹെബ്രായർ ലേഖനം 6-ാം അധ്യായം 18-ാമത്തെ വാക്യമാണ്. ഈ പ്രത്യാശ നഷ്ടപ്പെടാതിരിക്കാനുള്ള അതിശക്തമായ പ്രോത്സാഹനമാണ് ഇന്നത്തെ നമ്മുടെ ഈ വാക്കുകൾ, അല്ലെങ്കിൽ ഹെബ്രായർ ലേഖനത്തിലെ 6-ാം അധ്യായം 18-ാമത്തെ വാക്യം. പ്രത്യാശയെ ഒരു നങ്കൂരമായി വിശേഷിപ്പിക്കുന്നതിന് അർത്ഥമെന്ന് പറയുന്നത്, ആ പ്രത്യാശ എങ്ങനെയാണ് ജീവിതത്തെ മാറ്റിമറിക്കുന്നത്, ജൂബിലി ലക്ഷ്യം എന്നിവയൊക്കെ നമുക്ക് ഈ തുടർന്നുള്ള സമയങ്ങളിൽ വിചിന്തനത്തിന് വിധേയമാക്കാം. പ്രത്യാശയെ ആത്മാവിൻ്റെ സുരക്ഷിതവും സുസ്ഥിരവുമായ നങ്കൂരമായിട്ടാണ് വിശുദ്ധ ഗ്രന്ഥം സൂചിപ്പിക്കുക. നങ്കൂരത്തിൻ്റെ സ്വഭാവം നമുക്കറിയാമല്ലോ. ഒരു പ്രത്യാശ നമ്മുടെ ആത്മാവിൻ്റെ സുരക്ഷിതവും സുസ്ഥിരവുമായ നങ്കൂരം പോലെയാണ്. ഇത് വിരിക്കുള്ളിലേക്ക് കടന്നു ചെല്ലുന്നു. അതായത് ഈശോ മെൽക്കിസദേക്കിൻ്റെ ക്രമപ്രകാരം എന്നേക്കും പുരോഹിതനായിക്കൊണ്ട് പ്രവേശിച്ച സ്വർഗത്തിലേക്ക് ഇത് എത്തിച്ചേരുന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മൾ വിശുദ്ധ കുർബാനയുടെ സമയത്ത് വിരിയുടെ ഒരു വലിയ പ്രാധാന്യം നമുക്കറിയാം. പലപ്പോഴും ഈ വിരിയുടെ പ്രാധാന്യമൊന്നും മനസ്സിലാക്കാതെ പലരും അസ്വസ്ഥരാകുന്നുണ്ടെങ്കിൽ പോലും ഈ വിരിക്കുള്ളിലേക്ക്, അതായത് ഈ ദിവസങ്ങളിലൊക്കെ വായനകൾ നമ്മൾ അറിയുന്നതാണല്ലോ. മെൽക്കിസദേക്കിന് പ്രകാരം സക്കറിയായ്ക്ക് ധൂപാർപ്പണത്തിലുള്ള കുറി വീണതും, ധൂപാർപ്പിക്കാൻ പോകുമ്പോഴത്തേക്കും ദൂതൻ്റെ ദർശനം ലഭിക്കുന്ന കാര്യമൊക്കെ നമുക്കറിയാവുന്നതാണ്. അതുപോലെ ഈ മെൽക്കിസദേക്കിൻ്റെ കർമ്മപ്രകാരം ഈ അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുക എന്നുള്ളതാണ്. അതിവിശുദ്ധയ്ക്ക് ക്രമപ്രകാരം പ്രവേശിക്കുന്നതിൻ്റെ ഒരു സ്വർഗീയാത്മകതയെ കാണിക്കാൻ വേണ്ടിയാണ്, അതിൻ്റെ പരിശുദ്ധി കാണിക്കാൻ വേണ്ടിയാണ് അതിനെ വിരി ഇട്ടത് സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നത് നമുക്കറിയാം. ഇവിടെ കർത്താവായ ഈശോയിൽ സ്വയം ഭരമേൽപ്പിക്കുകയാണെങ്കിൽ ജീവിതത്തിൻ്റെ പ്രക്ഷുബ്ധമായ വെള്ളത്തിൽ സ്ഥിരതയും സുരക്ഷിതത്വവും കണ്ടെത്താൻ സാധിക്കുമെന്നുള്ളതാണ് ഈ നങ്കൂരമിടുന്നതിനെക്കുറിച്ച് പ്രത്യേകമായിട്ട് സൂചിപ്പിക്കുക. അതായത് കപ്പലിനെ സ്ഥിരതയോടെ വേണ്ടിയാണ് നങ്കൂരമിട്ട്, വലിയ കാറ്റിലും കോളിനിടയിലാണെങ്കിൽ പോലും, അല്ലെങ്കിൽ അങ്ങനെ പ്രക്ഷുബ്ധമായ ഒരു വെള്ളത്തിൽ സ്ഥിരത നിലനിർത്താൻ വേണ്ടിയാണ്, സുരക്ഷ നിലനിർത്താൻ വേണ്ടിയാണ് നങ്കൂരമിടുന്നത്. അങ്ങനെ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ, ഒരു പ്രക്ഷുബ്ധമായ ജീവിതത്തിൽ അതിൽ സ്ഥിരതയും സുരക്ഷയും നിലനിർത്താൻ വേണ്ടിയാണ് യേശുക്രിസ്തുവിൽ സ്വയം ഭരമേൽപ്പിക്കുന്ന പ്രത്യാശ നമ്മളെ സഹായിക്കുന്നത്. പ്രഹരിക്കുന്ന കൊടുങ്കാറ്റുകൾ പിന്നെ ഒരിക്കലും പ്രബലപ്പെടില്ല എന്നുള്ളതാണ്. കാരണം കൃപയാൽ നൽകപ്പെട്ടെന്ന പ്രത്യാശയുടെ നങ്കൂരത്തിൽ ഞാൻ ഓർപ്പിച്ചിട്ടുണ്ടാവും. അങ്ങനെ കൃപയാൽ ലഭിക്കുന്ന പ്രത്യാശയുടെ നങ്കൂരത്തിൽ ഉറപ്പിക്കപ്പെട്ട ഒരു വ്യക്തിയെ സംബന്ധിച്ച് എത്രമാത്രം പ്രഹരിക്കുന്ന കൊടുങ്കാറ്റുകൾ ആത്മീയ ജീവിതത്തിലുണ്ടായാലും പിന്നെ അതിനൊക്കെ നേരിടാൻ നമുക്ക് എളുപ്പമായി തീരും. ഈ പ്രത്യാശ നമ്മൾ ക്രിസ്തുവിൽ ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്നു എന്നുള്ളതാണ്. മുന്നോട്ട് നയിക്കുന്നത് പാപം, ഭയം, മരണം എന്നിവയെ മറികടക്കാൻ ഇത് നമ്മെ പ്രാപ്തരാക്കും. ഈ പ്രത്യാശ ജീവിതത്തിൻ്റെ നൈമിഷിക ആനന്ദങ്ങളെയും പെട്ടെന്നുണ്ടാകുന്ന നമ്മുടെ നേട്ടങ്ങളെയും അത് ലംഘിക്കുകയാണ്. പരീക്ഷണങ്ങളിലും വിഷമതകളിലും നിന്നും ഉയരാൻ
മുന്നോട്ട് കുതിക്കാൻ ഇത് നമുക്ക് പ്രചോദനമാകും. അതാണ് പ്രത്യാശ എന്ന് പറയുന്നത്. കാഴ്ച നഷ്ടപ്പെടാതെ നമ്മുടെ വിളിയുടെ ലക്ഷ്യമായ സ്വർഗത്തിൻ്റെ മഹനീയമായ കാഴ്ച നഷ്ടപ്പെടാതെ തന്നെ മുന്നോട്ട് പോകാനായിട്ട് പ്രത്യാശ നമ്മെ സഹായിക്കും. അതുപോലെ വരാൻ പോകുന്ന ജൂബിലി വർഷത്തിൽ, സത്യം പറഞ്ഞാൽ നമ്മളിപ്പോൾ സമാപിക്കാൻ പോവുകയാണ്, ജൂബിലിയുടെ സമാപനത്തിലേക്ക് പോവുകയാണ്. ഈ ഒരു സമയത്തിൽ ദൈവത്തിലുള്ള നമ്മുടെ പ്രത്യാശ ഒരിക്കലും മങ്ങാനിടയാക്കാത്ത ഒരു വിശുദ്ധ വർഷമായി നമുക്ക് ആചരിക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് പരിശുദ്ധ പിതാവ് ഓർമ്മിപ്പിക്കുകയാണ്. ഇനിയുള്ള ദിവസങ്ങളിലാണെങ്കിൽ പോലും. അതുപോലെ തന്നെ സഭയിലും സമൂഹത്തിലും ഒരു ഉറച്ച വിശ്വാസം വീണ്ടെടുക്കാനായിട്ട് നമുക്ക് ഈ ജൂബിലി വർഷത്തിൽ സാധിക്കണമെന്ന് പരിശുദ്ധ പിതാവ് ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമുക്കൊരു ചോദ്യമായിട്ട് തന്നെ നമ്മൾ കരുതേണ്ട കാര്യം ഇതാണ്: സഭയിലും സമൂഹത്തിലും ഒരു ഉറച്ച വിശ്വാസം വീണ്ടെടുക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? എല്ലാ മനുഷ്യരുടെയും അന്തസ്സ് ഉയർത്താനുള്ള പരിശ്രമങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിട്ട് പരിശുദ്ധ പിതാവ് നമ്മോട് ആഹ്വാനം ചെയ്യുന്നുണ്ട്. നമ്മുടെ ജീവിതത്തെ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. മറ്റുള്ളവരുടെ മനസ്സിൽ നമുക്കങ്ങനെ മാത്രം സ്വീകരിക്കാനും ക്രമീകരിക്കാനും സാധിക്കുന്നുണ്ട്. അതുപോലെ ദൈവത്തിനുമായ സൃഷ്ടിയെ ആദരിക്കാൻ നമ്മൾ എത്രമാത്രം ശ്രദ്ധിച്ചിട്ടുണ്ട്, സൃഷ്ടിയെ, പ്രപഞ്ചത്തെ. അതുപോലെ തന്നെ ലോകത്തിൻ്റെ പുളിമാവായി തീരാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ടോ? അതായത് നമ്മുടെ സാക്ഷ്യം വഴിയായിട്ട് ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും നമുക്ക് കാത്തിരിക്കാനായിട്ടും നൽകുവാനായിട്ടും 2 പത്രോസ് 3:13 ആധികാരികമായ പ്രത്യാശയുടെ ലോകത്തിൻ്റെ പുളിമാവാകാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു പുളിമാവാകാനായിട്ട് പുതിയ ആകാശവും പുതിയ ഭൂമിയും കാത്തിരിക്കുന്ന ആധികാരികമായ പ്രത്യാശയുടെ ലോകത്തിൽ പുളിമാവായി തീരാനായിട്ട് നമുക്ക് സാധിക്കണമെന്ന കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. നാം ഈ പ്രത്യാശയിലേക്ക് ആകർഷിതരാകണം. നമ്മുടെ സാക്ഷ്യത്തിലൂടെ അത് മറ്റുള്ളവരിലേക്ക് വ്യാപിക്കണം. ഈ ജൂബിലി വർഷത്തിൻ്റെ സമാപന ദിനങ്ങളിലായിരിക്കുമ്പോൾ നമ്മൾ പ്രത്യേകമായി ഓർക്കേണ്ട കാര്യം, നമ്മൾ പ്രത്യാശയിലേക്ക് ആകർഷിക്കപ്പെടണം. അങ്ങനെ നമ്മുടെ സാക്ഷ്യത്തിലൂടെ മറ്റുള്ളവരിലേക്ക് ആ പ്രത്യാശ വ്യാപിക്കണം. പ്രത്യാശയ്ക്കായി ആകാംക്ഷാപൂർവം തിരയുന്ന എല്ലാവരിലേക്കും അത് വ്യാപിക്കാനായിട്ട് സാധിക്കണം. അതിനുവേണ്ടിയാണ് നമ്മുടെ ക്ലാസ്സുകളൊക്കെ നമ്മൾ തയ്യാറാക്കിയത്. അതുകൊണ്ട് ഈ പ്രത്യാശയുടെ ക്ലാസ്സുകളെ നമുക്ക് മറ്റുള്ളവരിലേക്ക് കൊടുക്കാനും കൂടി നമുക്ക് സാധിക്കട്ടെ. നമ്മൾ പ്രത്യാശയുള്ളവരായി തീരുക. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് പ്രത്യാശയുടെ നന്മകൾ പങ്കുവയ്ക്കാനും കൂടി സാധിക്കണം. അതുപോലെ തന്നെ നാം നമ്മുടെ ജീവിതം നയിക്കുന്ന രീതി കണ്ട് അനേകം പേർക്ക് പറയാനാകണം പ്രത്യാശ. അവരുടെ ജീവിതത്തിൽ ഒത്തിരി പ്രത്യാശ, വലിയ പ്രത്യാശയിലൂടെയാണ്. സഹനങ്ങളിലും വേദനകളിലും ഒക്കെ ഉണ്ടെങ്കിൽ പോലും നല്ല തമ്പുരാനെ വിട്ട് കളയുന്നൊരു സ്വഭാവം അവർക്കില്ല. തമ്പുരാൻ്റെ അങ്ങനെ മറ്റുള്ളവർ നമ്മളോട് കുറിച്ച് പറയാനായിട്ട് സാധിക്കും. അതാണ് ക്രൈസ്തവ ജീവിതത്തിൻ്റെ സാക്ഷ്യം എന്ന് പറയുക. ലോകം മുഴുവൻ പോയി എൻ്റെ സുവിശേഷം പ്രസംഗിക്കാൻ പറഞ്ഞ വലിയൊരു സാക്ഷ്യം എന്ന് പറയുന്നത് പോലെ തന്നെയാണ് നമ്മളായിരിക്കുന്ന സ്ഥലങ്ങളിൽ നമുക്ക് ആ സാന്നിധ്യത്തെ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കുക. കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുവിൻ, ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവിൻ, കർത്താവിന് വേണ്ടി കാത്തിരിക്കുവിൻ. സങ്കീർത്തനം 27:14 നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുവിൻ, ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവിൻ, കർത്താവിന് വേണ്ടി കാത്തിരിക്കുവിൻ. സഹോദരങ്ങളെ, നമ്മുടെ ഈ ക്ലാസ്സിൻ്റെ ഉപസംഹാരമായിട്ട് നമ്മൾ കാണുന്നത് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വാഗ്ദാനങ്ങൾ അധിഷ്ഠിതമായ പ്രത്യാശ നമ്മുടെ ആത്മാവിൻ്റെ നങ്കൂരമാണ്. ഇത് ജീവിതത്തിലെ കൊടുങ്കാറ്റുകൾ നമ്മെ ക്രിസ്തുവിൽ ഉറപ്പിച്ച് നിർത്തുന്നു എന്ന് നമ്മൾ തിരിച്ചറിയണം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിനെ വിശ്വാസപൂർവ്വം കാത്തിരിക്കുന്ന നമ്മുടെ ദിനങ്ങളിൽ പ്രത്യാശയുടെ ശക്തിയിൽ നമ്മൾ നിറയട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുന്നു. സ്തുതി അവിടത്തേക്കാണ്. എന്നും എന്നേക്കും സ്തുതിയും മഹത്വവും ഈശോയ്ക്ക് നമുക്ക് കൊടുക്കാം. അങ്ങനെ പ്രത്യാശയോടുകൂടി നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് സ്നേഹപൂർവ്വം പ്രാർത്ഥിക്കുന്നു. നമ്മുടെ പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല എന്ന ക്ലാസ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ 25 ദിവസത്തെ ക്ലാസ്സുകളിലൂടെ നമ്മുടെ ജീവിതത്തെ കൂടുതൽ പ്രത്യാശയിലേക്ക് കൊണ്ടുവരാനായിട്ടും നമ്മുടെ ഏക പ്രത്യാശയാകുന്ന ഈശോയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും അവൻ്റെ ജീവിതത്തോട് ചേർന്നിരുന്നു കൊണ്ട് പരിശുദ്ധ മറിയം പരിപൂർണമായ ദൈവത്തിന് സമർപ്പിച്ച പോലെ നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട് പ്രത്യാശയുടെ ആഴങ്ങളിലേക്ക് കടന്നു ചെല്ലുവാനും അങ്ങനെ അന്ത്യവിധി നാളിൽ പ്രത്യാശയോടെ അവിടുത്തെ സ്നേഹത്തിൻ്റെ ആ ഒരു സ്നേഹപൂർണ്ണമായ അന്ത്യവിധിയിൽ നമുക്ക് പങ്കെടുക്കാനും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നാളിതുവരെ ക്ലാസ്സുകളിലൂടെ കമൻറ്റുകളിലൂടെയൊക്കെ ഉണ്ടായിരുന്ന എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ ഓർക്കുന്നു.
ഈ ക്ലാസ്സുകൾക്കായിട്ട് കൂടെ സഹകരിച്ച എല്ലാവരെയും പ്രത്യേകം നന്ദിയോടെ ഓർക്കുന്നു. ഇതിൻ്റെ അണിയറ പ്രവർത്തകരായി നിന്ന എല്ലാവരെയും ഈശോയ്ക്ക് പ്രത്യേകമായി സമർപ്പിക്കുന്നു. അവർക്ക് കൂടുതൽ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിൽ ഈ ജൂബിലി വർഷത്തിൽ തന്നെ പ്രത്യാശയുടെ നല്ല ഫലങ്ങൾ കാണുവാനായിട്ട് കൃപയുണ്ടാകട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്നവരെയും ഇതുമായി ബന്ധപ്പെട്ട് ഈ ക്ലാസ്സുകൾ ഷെയർ കൊടുക്കുന്നവരുണ്ട്, മറ്റുള്ളവരിലേക്കും ഈ പ്രത്യാശ എത്തിക്കുന്നവരുണ്ട്. അവരിലേക്കെല്ലാം ദൈവത്തിൻ്റെ കൂടുതൽ കൃപകൾ, പ്രത്യാശ നൽകുന്ന കൃപകൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യാശയുടെ വലിയ നന്മകൾ, പ്രത്യേകിച്ച് ഈശോയുടെ പ്രത്യാശയുടെ വലിയ തിരുനാൾ ക്രിസ്മസ് ദിനത്തോടനുബന്ധിച്ച് ഉണ്ടാകട്ടെ എന്ന് സ്നേഹപൂർവ്വം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പ്രത്യാശ, ഈശോയിലുള്ള പ്രത്യാശ നമ്മെ ഒരിക്കലും നിരാശരാക്കുകയില്ല എന്ന് ഇന്നത്തെ ഈ 25 ദിവസത്തെ ക്ലാസ്സുകളിലൂടെ നമ്മൾ കണ്ടു. വീണ്ടും നമുക്ക് തീക്ഷ്ണതയോടെ പ്രാർത്ഥിച്ചിറങ്ങാം. അടുത്ത ജൂബിലി വർഷം നമുക്കറിയാമല്ലോ 2033 ഈശോയുടെ പ്രത്യേകമായ കുരിശുമരണത്തിൻ്റെ നമുക്ക് വേണ്ടി രക്ഷാകര പ്രവൃത്തിയുടെ 2000 വർഷത്തിൻ്റെ വലിയ ജൂബിലി വർഷത്തിലേക്ക് നമ്മൾ പോകാനായിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ നമുക്ക് വലിയ പ്രത്യാശയോടെ പ്രാർത്ഥനാപൂർവ്വം കാത്തിരിക്കാം. ഈശോ നമ്മളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നന്ദി.